എസ് അബ്ദുൽ ഖാദർ എന്ന മനുഷ്യൻ മലയാളത്തിന്റെ നിത്യവസന്ത നായകനായ പ്രേം നസീറായി നേട്ടങ്ങളുടെ പടവുകൾ കയറിയപ്പോൾ മലയാളം ഇടം നേടിയത് ലോക റെക്കോർഡിലേക്കാണ്. ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായകനായി അഭിനയിച്ചു ഗിന്നസ് റെക്കോർഡിട്ട മലയാളത്തിന്റെ സ്വന്തം നായകന് മുഖവുര ആവശ്യമില്ല. മരുമകൾ മുതൽ ധ്വനി വരെ 700ഓളം ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ച പ്രേം നസീറിനെ പത്മശ്രീ, പത്മഭൂഷൺ എന്നീ ബഹുമതികൾ നൽകി രാഷ്ട്രം ആദരിച്ചു. മലയാളിയുടെ കാൽപ്പനിക നായക സങ്കല്പങ്ങളിലെ നിത്യഹരിത നായകനായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ജന്മാന്തരങ്ങൾക്കിപ്പുറവും പ്രേം നസീർ ജീവിക്കുന്നു. വേർപാടിന്റെ ഈ 19ാം വർഷത്തിൽ ചിറയിൻ കീഴിൽ നസീർ പിറന്ന മണ്ണിൽ ബാല്യകാല വസതിക്കു മുന്നിലെ സ്മൃതി സായാഹ്നത്തിലൂടെ കടന്നുപോകുന്ന ഈ മടക്കയാത്ര പ്രേം നസീറിനുള്ള ശ്രദ്ധാഞ്ജലിയായി സമർപ്പിക്കുന്നു. ഈ ട്രെയിൻ ഇങ്ങനെ പോണ കാണുമ്പോൾ എനിക്ക് ഇവിടുത്തെ കുട്ടിക്കാലങ്ങൾ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട്. ഞങ്ങളെല്ലാം അന്ന് ഞാൻ ബോർഡിങ്ങിലായിരുന്നു. ബോർഡിങ് കഴിഞ്ഞിട്ട് എല്ലാ വർഷവും ഒരു മാസം ഞങ്ങൾക്ക് ഹോളിഡേ ആണ്. അപ്പോൾ ഞാൻ ചെറുകിഴ എന്നെ അയക്കും. അന്ന് മധു സാറാണ് കൂടുതൽ എന്നെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പാളത്തിൽ കാതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഏത് സൈഡിൽ നിന്നാണ് ട്രെയിൻ വരേണ്ടത് എന്നെല്ലാം ബെറ്റ് വെച്ച് കളിക്കുമായിരുന്നു. പിന്നെ ഈ പാളത്തിൽ ബാലൻസ് ചെയ്ത് നടക്കാൻ നോക്കും. ഇങ്ങനെ പലതും ഇവിടെ എനിക്കിപ്പോൾ ആ ട്രെയിൻ പോയപ്പോൾ ഞാൻ ഓർത്തതാണ്. നീ ചിറയൻകീഴ് ശാർക്കര ഉള്ള നിങ്ങൾ പഠിച്ചിരുന്ന സ്കൂൾ കണ്ടിട്ടില്ലല്ലോ. അതൊരു കാണേണ്ട ഒരു സ്കൂളാണ്. റെയിൽ പാളത്തിന് അടുത്ത് തന്നെയാണ് ആ സ്കൂള്. ഓരോ ട്രെയിനും പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ശബ്ദം കേൾക്കാം. ഞങ്ങളുടെ ഏറെക്കുറെ സമയത്തിനെ പറ്റി ഞങ്ങൾ കണക്കാക്കുന്നത് ആ ട്രെയിൻ പോകുന്ന സമയത്താണ്. ഞാനും നസീറും ഒക്കെ ഈ ഇൻ്റർവെൽ സമയത്ത് ബെല്ലടിക്കുമ്പോഴത്തേക്ക് നേരെ ഈ തെങ്ങോല ടെൻറ്റിൻ്റെ അടിയിലോട്ട് നിന്ന് കയറി അവിടെ ഇരുന്നിട്ടാണ് ഈ പല വർത്തമാനങ്ങളും പറയുന്നത്. പല ആഗ്രഹങ്ങൾ, ഭാവിയിൽ എന്താകണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്താലാണ് സിനിമാ നടനാകുക, പാട്ടുകാരനാകുക, ഇങ്ങനെ പല ആഗ്രഹങ്ങളും അവിടെ വെച്ച് ഇങ്ങനെ ചർച്ച ചെയ്യും. അങ്ങനെ പറഞ്ഞ് വാസ്തവത്തിൽ ഇന്ന് ആലോചിക്കുമ്പോൾ അവിടെ ഇരുന്നിട്ട് വെറുതെ ഇങ്ങനെ ചിറയൻകീഴ് ശാർക്കര ഭഗവതിയുടെ മുമ്പിൽ ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ നിന്നിട്ട് പറഞ്ഞിട്ടുള്ള പല ആഗ്രഹങ്ങളും ഏതൊക്കെ വഴി കൂടെ ഇത് നടന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. സിനിമാക്കാരനായിപ്പോയതോട് കൂടിയിട്ട് ഒരു പൊതു സ്ഥലത്ത് വന്ന് കൂടാനോ അവിടെ ഇരുന്ന് തമാശ പറയാനോ കളിക്കാനോ ചിരിക്കാനോ ഒന്നിനും പറ്റില്ല. അപ്പോൾ ആളുകളും ഒരു കാര്യത്തിനും അദ്ദേഹത്തിന് ഒരിക്കൽ വളരെ ദുഃഖമായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഏതോ ഒരു അമ്മാവനോ മറ്റോ മരിച്ചപ്പോൾ മരിക്കുമ്പോൾ അപ്പോൾ ഇദ്ദേഹത്തിനെ കണ്ടപ്പോഴത്തേക്ക് ഒരു കൈയടിക്കുകയും ചിരിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ദുഃഖം തോന്നി, ഞാൻ സിനിമ നടന്ന ആളുണ്ടായിരുന്നു എന്ന് വാസ്തവത്തിൽ തോന്നിയ ഒരു സന്ദർഭമായിരുന്നു. ഫാദറിൻ്റെ കൂടെ ഞങ്ങൾക്കും ഇങ്ങനെ വെളിയിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞാൻ ഈ ഹോളിഡേയ്സിനെല്ലാം വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സ്കൂളിൽ നിന്ന് ഞാൻ വരുമ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് സ്റ്റുഡിയോ പോയി കാണും. അല്ലെങ്കിൽ പുള്ളി ഇപ്പോൾ ഔട്ട്ഡോർ ആണെങ്കിൽ ഏത് ഹോട്ടലിലോ അവിടെ ഞങ്ങൾ പോകാറുണ്ട്. അവിടെ പോയി പുള്ളിയെ കണ്ടിട്ട് പോകും. അങ്ങനെയല്ലായിരുന്നു. പിന്നെ നിങ്ങൾ ആ സ്കൂൾ ഡേയ്സ് എല്ലാം ഇപ്പോൾ അങ്കിൾ പറഞ്ഞാണ് ഞാൻ അറിയുന്നത്. സോ എനിവേ, താങ്ക്സ് ലോട്ട് അങ്കിൾ ഫോർ ഷെയറിങ് യുവർ തോട്ട്സ്. യൂഷ്വലി പല സിനിമ ആക്ടേഴ്സെല്ലാം ഒരു പുതുതായിട്ട് വന്നാൽ വളരെ പരിചയമുള്ള ആളുകൾക്ക് നമുക്കെല്ലാം ഐഡിയ തരും. ഈ ഡയറക്ടർക്കും ക്യാമറമാനിലും ഇതെല്ലാം ചോദിക്കും. അതും ഇതൊന്നും ഉണ്ടായിരുന്നു. അതേമാതിരി പ്രേം നസീറും ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പടത്തിൽ അങ്ങേരായിട്ട് വന്നിട്ട് ഇങ്ങനെ ചെയ്യാമെന്നൊന്നും പറയില്ല. അതുകൊണ്ട് മോൾഡ് ചെയ്ത് എടുക്കാനുള്ള ക്ലേ, കയ്യിൽ ഒതുങ്ങുന്ന ക്ലേ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്.
മാഷാണ് കൂടുതലും ഫാദറിന് വെറൈറ്റീസ് ഓഫ് റോളെല്ലാം കൊണ്ടുവന്ന് കൊടുത്തതും. പിന്നെ നിങ്ങൾ രണ്ടുപേരും ടീം ചെയ്ത മിക്ക പടങ്ങളും ഹിറ്റാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ മാഷിന് ചെറുപ്പകാലത്തിൽ അവിടെ ഇവിടെയെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ലാസ്റ്റിൽ എനിക്കൊന്ന് ഞാൻ കണ്ടത് പ്രേം നസീർ ഫൗണ്ടേഷൻ എറണാകുളത്ത് ഒരു അവാർഡ് കൊടുക്കുമ്പോൾ മാഷാണ് അത് വാങ്ങിച്ചത്. അന്ന് ഞാൻ കണ്ടതാണ്. ഷാനവാസ്, കുറെ കാലമായി കണ്ടിട്ട്. എന്തെല്ലാം ഉണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. പിന്നെ ഇപ്പൊ സീരിയലൊക്കെ ഉണ്ടല്ലേ? ഞാൻ കുറച്ച് സീരിയൽസ് എല്ലാം ഇപ്പം ചെയ്യാറുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത കാലത്ത് ബിസിനസ് വല്ലതും തുടങ്ങിയിട്ടുണ്ടോ? ചെറിയ ബിസിനസ്സുകൾ അവിടെ മദ്രാസിൽ കൊച്ചു കൊച്ചു ബിസിനസ്സുകളെല്ലാം ഇങ്ങനെ ലൈക്ക് റിയൽ എസ്റ്റേറ്റ്സിൽ കുറച്ച് അങ്ങനെയെല്ലാം കുറച്ചെല്ലാം ഒന്ന് തൊട്ട് പോകുന്നേ ഉള്ളൂ. അല്ല എൻ്റെ മെയിൻ ബിസിനസ് ഒന്നുമില്ല. മൈ മെയിൻ ബിസിനസ് ഇസ് ആക്ടിങ്. ഞങ്ങൾ ന്യൂയോർക്കിൽ താമസിക്കുമ്പോൾ ഒരു പിന്നെ മോട്ടലിൻ്റെ താമസിച്ചു. നസീർ ഞാൻ ഒരു മുറിയിലായിരുന്നു. അപ്പോൾ രാവിലെ പിന്നെ ഒരു ചായ കുടിക്കണമെന്ന് തോന്നി. അവിടെ മോട്ടലിൽ ഫുഡൊന്നും കിട്ടില്ല, താമസ സൗകര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ റോഡിന് നേരെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ പോയി ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നു. നസീർ പറഞ്ഞ് അറിയാതെ ഓംലെറ്റ് ഉണ്ടെന്ന് കണ്ടോ, നല്ല ഭംഗിയായിരിക്കും, നമുക്കൊന്ന് കഴിച്ചാലോ. ഞാൻ പറഞ്ഞു കഴിക്കാം, പക്ഷെ പല്ല് വെച്ചില്ലല്ലോ. ഓ അത് സാരമില്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് ചായ കുടിച്ച് ചെയ്യുന്നു, പല്ല് വെച്ചേരാം. ഏതായാലും ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞ പോലെ എന്നെ ഓർഡർ ചെയ്തു. ഓംലെറ്റും ചായയും കൊണ്ടുവന്ന് ഞങ്ങൾ കഴിച്ചു. ഭംഗിയായിരുന്നു. അപ്പോൾ അത് പേയ്മെൻറ്റ് കൊടുക്കാൻ ഞാൻ ക്യാഷ് കൗണ്ടറിൽ ചെന്നപ്പോൾ നസീറിലുണ്ടായിരുന്നത് ഒരു 50 പൗണ്ടിൻ്റെ നോട്ടാണ്, ബ്രിട്ടീഷ് പൗണ്ട്. അത് കൊടുത്തു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ്, വെൽ യു ഡോണ്ട് ആക്സെപ്റ്റ് ബ്രിട്ടീഷ് പൗണ്ട്സ്, വി വാണ്ട് ഇൻ ഡോളേഴ്സ് എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, മാഡം വി ഡോണ്ട് ഹാവ് ഡോളേഴ്സ്. നോ മൈൻഡ്, യു ക്യാൻ ഗെറ്റ് ചേഞ്ച് ഇൻ ദ ബാങ്ക് ആൻഡ് പേ ടുമോറോ എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ കൊണ്ടുപോയി മാറി പിറ്റേ ദിവസം ഡോളറായിട്ട് കൊണ്ട് കൊടുത്തു. പിന്നെ ഞങ്ങളവിടെ സ്ഥിരം കസ്റ്റമറായി പോകുന്നവരെ. അങ്ങനെ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെയും ഫ്രണ്ട്ഷിപ്പ് എനിക്ക് നന്നായിട്ട് അറിയാം. ഹൗ ക്ലോസ് യു ബോത്ത് വേ. ആൻഡ് വി റിയലി അപ്രീഷിയേറ്റ് വാട്ട് എവർ യു ആർ ടോൾഡ് അബൌട്ട് ഹിം. താങ്ക് യു വെരി മച്ച്. സാറ് ഒരു ഉപകാരം ചെയ്യണം. എനിക്ക് വേണ്ടപ്പെട്ട 3 പേരുണ്ട്. അവർക്ക് എന്തെങ്കിലും ഉദ്യോഗം സാർ കൊടുക്കണം. ഓഹോ, കൊടുക്കാമല്ലോ. അവർക്ക് എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്? വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, സാമാന്യ വിദ്യാഭ്യാസമുണ്ട്. നിങ്ങളെപ്പോലുള്ളവർ പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പോകും. മാത്രമല്ല നിങ്ങൾ നാളെ ഇരിക്കുന്ന കക്ഷിക്കാരൻ. അതെ, ആരൊക്കെയാ ജോലിക്ക് വന്നിരിക്കുന്നത്? ഈ നിൽക്കുന്ന 2 പേർ. ഓഹോ, ഇവർ 2 പേര്. മൂന്നാമത് സത്യം പറയാമല്ലോ, പിന്നൊരാള് ഞാനാണ്. പറ്റിക്കാൻ നടക്കണം. ആരാണ് നീയൊക്കെ? ജോലിയില്ലാതെ നടക്കുന്ന 3 ചെറുപ്പക്കാർ.